ആശ്വാസം നൽകാൻ കഴിയാതെ ആത്മവീനായുള്ളം കലങ്ങിയപ്പോ ആരാലും വർണ്ണിപ്പാൻ കഴിയാതെ ദിവ്യസ്നേഹമെന്നാശ്വാസമാ. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാനാൽ പ്രഖ്യാപിക്കപ്പെട്ട ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. 17-ാം എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ വിശ്വാസികൾക്കും സ്നേഹിതർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഹാർവസ്റ്റ് TV അധികാരികൾ, കുവൈറ്റ് ന്യൂ ലൈഫ് AG ചർച്ചിലെ വിശ്വാസികൾ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ 17-ാം എപ്പിസോഡിൽ എൻ്റെ ദൈവം ഞങ്ങളെ കാക്കുന്നു, പരിപാലിക്കുന്നു, കൃപയിൽ ഞങ്ങളെ നിർത്തുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. ആ കൃപ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ആഴങ്ങളിലേക്ക് ഇറക്കിക്കാട്ടപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാകാരത്തിൻ്റെ 60 തൂണുകളെക്കുറിച്ചും അതിൻ്റെ മേൽ ചുറ്റുപടികൾ, വെള്ളി കൊളുത്തുകൾ, അതിൻ്റെ ചരടുകൾ, താമ്രക്കുറ്റികൾ എന്നിവയെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് വീണ്ടും പ്രാകാരത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാകാരത്തിൻ്റെ മറശ്ശില 300 മുഴം നീളമുള്ള ഈ ചുറ്റ് പ്രാകാര മറശ്ശിലയിൽ അല്ലെങ്കിൽ പ്രാകാരത്തിൻ്റെ അളവിൽ ഏകദേശം 280 മുഴമാണ് പ്രാകാര മറശ്ശിലയ്ക്കുള്ളത്. ആ 280 മുഴം എങ്ങനെയാണ് വരുന്നത്? പത്രോസ് യേശുവിനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ 70 പ്രാവശ്യമെന്ന് പറയുന്നു. 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ 70 ഇൻറ്റു ലോകത്തിൽ നിന്നും രക്തം കൊടുത്ത് സമ്പാദിച്ച 70 പൂർണ്ണതയാൽ നേടിയ പരിശുദ്ധ സഭയാണ് ഈ 280 നീളമുള്ള മറശ്ശില എന്നുകൂടി ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഈ 70ൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി അതിൻ്റേതായ അർത്ഥത്തിൽ നിൽക്കുവാൻ ദൈവമക്കൾക്ക് ഇടയാകട്ടെ. ഈ മറശ്ശില ഉണ്ടാക്കേണ്ടത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ പഞ്ഞിനൂൽ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ പദത്തിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ. പഞ്ഞിയിൽ നിന്നാണ് നൂലുണ്ടാക്കുന്നത്. പിരിക്കാതെ നൂല് ഒരിക്കലും ഉണ്ടാകുന്നില്ല. നൂലുകളെല്ലാം പഞ്ഞിയിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്നു. പിന്നീടാണ് അതിന് നിറങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ സമാഗമന കൂടാരത്തിലെ നൂലുകളെക്കുറിച്ച് പറയുമ്പോൾ വെള്ള നൂലിനു മാത്രമേ പിരിച്ച എന്ന പദം ഉപയോഗിക്കുന്നുള്ളൂ. അതിന് അർത്ഥം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദൈവത്തോടും ക്രിസ്തുവിനോടും ചേർന്ന് വിശ്വാസി നാം പിരിയപ്പെടണം. അങ്ങനെ പിരിഞ്ഞ അവസ്ഥയിൽ വരുന്ന ഒരു വിശ്വാസിക്ക് ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഇടപെടുവാൻ പറ്റുമോ? ലോകത്തിൻ്റെ മാലിന്യത്തിൽ കളങ്കപ്പെടുവാൻ കഴിയുമോ? അങ്ങനെ മോഹങ്ങളിൽ കളങ്കപ്പെട്ടാൽ വെറിക്കൂത്ത്, ലീലാക്രീഡ ഇങ്ങനെയുള്ളതിലൊക്കെ പെട്ടാൽ ഈ പിതാവും പുത്രനും വിശ്വാസിയുമായിട്ടുള്ള പിരിച്ചിലിൽ ആ നൂല് നിൽക്കുമോ? അതുകൊണ്ടാണ് പറയുന്നത് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും പേര് മായിച്ചു കളയുമെന്ന്. അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ ഉണ്ടല്ലോ. അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു 1:14 മനുഷ്യപുത്രൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ എന്ന് കാണുവാൻ കഴിയും. അരിമത്തിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്ത് കല്ലറയിൽ അടക്കുവാൻ പോകുമ്പോൾ നിർമ്മല ശിലയിൽ പൊതിഞ്ഞു എന്ന് കാണുന്നു.
മണവാട്ടി സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ നിർമ്മലം എന്ന പദത്തിനകത്തുള്ള വെണ്മ, പരിശുദ്ധി, അതാണ് ഈ പഞ്ഞിയിൽ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് പത്മോസിൽ വെച്ച് ദർശനം കാണുമ്പോഴും പഞ്ഞി പോലെ എന്നുള്ള പദം വന്നിരിക്കുന്നത്. ആ പഞ്ഞിയുടെ പദം അവിടെ വരുന്നത് കൊണ്ടാണ് സമാഗമന കൂടാരത്തിലെ പഞ്ഞി നൂലിനും അർത്ഥം വരുന്നത്. പഞ്ഞി മാർദ്ദവത്തിൻ്റെയും വെണ്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ്. 10,000 കോടിയിലധികം ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു. എത്ര മാർദ്ദവമുള്ള ദൈവമായതുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പിനകത്തുള്ള ഒരു ചെറിയ ജീവിയായ മനുഷ്യനോട് ഈ കരുണയും സ്നേഹവും കാണിക്കുന്നത്. മുറിവുണ്ടായാൽ നമ്മൾ പഞ്ഞിയാണല്ലോ, മുറിവിൻ്റെ മുകളിൽ മരുന്നോ അല്ലെങ്കിൽ എണ്ണയോ വെച്ചിട്ട് ഈ പഞ്ഞിയാണ് വെച്ച് കെട്ടുന്നത്. അങ്ങയുടെയും എൻ്റെയും ഈ മുറിവുകൾ കെട്ടിയത് ക്രിസ്തുവാകുന്ന മാർദ്ദവമുള്ള പഞ്ഞി എന്ന് പറയുമ്പോൾ ഈ പഞ്ഞിനൂലിന് അർത്ഥം ലഭിക്കുന്നു. പക്ഷേ അങ്ങ് ഞാനും സൗഖ്യവും വിടുതലും പ്രാപിച്ചപ്പോൾ ഈ ഇടപാടിലിനെ മറന്നു പോയിട്ടില്ലേ? പലപ്പോഴും ദൈവത്തിൻ്റെ ഈ പിരിച്ചിലിനോട് കർത്താവ് തന്നിട്ടുള്ള അർത്ഥത്തിലുള്ള പിരിച്ചിലിൽ നാം ആയിരിക്കേണ്ടപ്പോൾ പലപ്പോഴും ആ പിരിച്ചിലിൻ്റെ അർത്ഥത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയിട്ടില്ലേ? ശരീരമാകുന്ന സഭയുടെ അംഗമാകുന്ന സഹോദര, അങ്ങയുടെ നിറം എന്തായിരിക്കണം? അങ്ങയുടെ ഈ പിരിച്ചിലിൻ്റെ അർത്ഥം എന്തായിരിക്കണം? അത് അകത്തു മാത്രം പോരാ, പുറത്തും കാണണം തന്നെയാണ് ഈ ദർശനവും ഈ കൂടാരത്തിൻ്റെ പണിയും വെളിപ്പെടുത്തി തരുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിലെ ഈ പഞ്ഞിനൂൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പ്രാകാര മറശില അകത്ത് നിൽക്കുന്നവനും വെണ്മയായി കാണുമായിരുന്നു, പുറത്ത് നിൽക്കുന്നവനും വെണ്മയായി കാണുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അകവും വെണ്മയായിരിക്കണം, പുറവും വെണ്മയായിരിക്കണം. ഈ കൂടാരത്തിൻ്റെ ദൂരെ അടുത്ത് അല്ലെങ്കിൽ അടുത്ത ദേശത്ത് നിൽക്കുന്ന, ചെറിയ മലകളിൽ നിൽക്കുന്ന, ദൂരെ നിന്നും വരുന്ന ഒരാൾ, അവർ ഈ നിറത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ ആ കാഴ്ച വെണ്മയുടേതായിരുന്നു. കൂടാരം ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്കും കണ്ണിൽ പെടുന്നത് ഒരു വെളുത്ത മറയാൽ അല്ലെങ്കിൽ ഒരു മതിലിനാൽ ചുറ്റപ്പെട്ട ഒരു ആലയം, അതിനു ചുറ്റും ജനവും വെണ്മയിലും പരിശുദ്ധിയിലും വിശുദ്ധിയിലും വേർപാടിലും ജീവിതത്തിലും അവരുടെ സ്റ്റൈലിലും ഒക്കെ അവർ തനിച്ചു പാർക്കുന്നവരായിട്ട് കാണുന്നു. ബാലാക്ക് ബിലയാമിനെ വിളിച്ചുകൊണ്ട് പർവ്വത ശിഖരങ്ങളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ബിലയാം കാണുന്ന കാഴ്ച എടുത്ത് കോട്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം കാണിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആ ഭാഗം ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 23:9. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ജനം തനിച്ചു പാർക്കുന്നവരാണ്. അവർ സെപ്പറേറ്റ് ജീവിതക്കാരാണ്. കാരണം മറ്റ് ജാതിക്കാരെല്ലാം തെറ്റിപ്പോയപ്പോൾ അവരിൽ നിന്നുമാണ് ദൈവം അബ്രഹാമിൻ്റെ സന്തതിയെ തനിക്ക് വേണ്ടി വേർതിരിച്ച് അവരുടെ മധ്യത്തിൽ വസിപ്പാനും വെണ്മയുടെ പ്രതീകമായ ഈ മറശ്ശീല കൊണ്ട് ചുറ്റപ്പെടുന്നതും. അപ്പോൾ അതിൻ്റെ പൊരുളാകുന്ന പുതിയ നിയമസഭയെ, വിശ്വാസികളെ, നാം വെണ്മയിലായിരിക്കണം, തനിച്ചു പാർക്കുന്നവരായിരിക്കണം, വേർപെട്ട സ്വഭാവമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് പോലെ, മറ്റുള്ളവരെ പോലെയുള്ള രീതിയിൽ നാം ജീവിക്കേണ്ടവരല്ല. കാരണം നാം വെള്ളിച്ചുവടിന്മേലാണ്. ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ ഭൂമിയിലേക്ക് ബന്ധമില്ലാത്ത നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. സഭാപ്രസംഗി 9:8 പറയുന്ന ഭാഗം കൂടി അല്പം വിവരിക്കട്ടെ. സഭാപ്രസംഗിൽ പറയുന്നു, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. അവിടുത്തെ പദം ശ്രദ്ധിച്ചോണം. നിന്റെ, അങ്ങയുടെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. ഓൾവേസ് ബി ക്ലോത്ത്ഡ് ഇൻ വൈറ്റ്. ഓൾവേസ്, എപ്പോഴും, എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം. ആ ഭാഗത്തിൻ്റെ താഴോട്ട് വരുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ഒരു ഭാഗം കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ഭാഗം ഒന്ന് ഓർപ്പിക്കാം. അതിൻ്റെ 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ശക്തിയോടെ ചെയ്യുക. ഇതിന് 2 പദാർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം. ദൈവമക്കളെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവം തന്നിട്ടുള്ളത് ശക്തിയോടെ ചെയ്യുക. കാരണം ഇവിടെ ഉപാധി പറയാം,
ഇവിടെ പലതും പറയാം, ഞങ്ങളുടെ പുരോഹിതനോ ശുശ്രൂഷകനോ ശരിയല്ല, ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, അവിടുത്തെ കുഴപ്പമാ, ഇവിടുത്തെ കുഴപ്പമാ, അവരങ്ങനെ അവരിങ്ങനെ, അവരെല്ലാം തെറ്റിയതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ സ്നാനപ്പെടുന്നില്ല, ഒത്തിരി ഉപാധികൾ പറയാം. പക്ഷേ നിന്നെ ഏൽപ്പിച്ചത് ഭംഗിയോടെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. ചെയ്യാനുള്ളത് നീ ഭംഗിയോടെ ചെയ്യുക, കൃത്യതയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഇല്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ് നീ ചെല്ലുന്ന പാതാളത്തിൽ സൂത്രമോ അറിവോ ജ്ഞാനമോ ഇല്ലെന്ന് പറയുവാൻ കാര്യം? ആ ഭാഗം ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പെട്ടെന്ന് ഞാൻ പറയട്ടെ. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം നോക്കി പാർത്തിരുന്നത് പാതാളത്തെയായിരുന്നു. ഹാബേൽ മുതൽ ക്രൂശിൽ കിടന്ന കള്ളൻ വരെ അവരുടെ ആത്മാക്കൾ പോയത് അപ്പർ ഹെല്ലിലേക്കാണ്. അബ്രഹാമിൻ്റെ മടിയെന്ന് പറയുന്ന അപ്പർ ഹെല്ലിലേക്കാണ് അവർ പോകുന്നത്. നരകമെന്ന് നാം പറയുന്ന ആ പദത്തിന് ഇംഗ്ലീഷിൽ ഹെൽ എന്ന അർത്ഥവും ഗ്രീക്കിൽ ഹേഡീസ് എന്ന അർത്ഥവുമാണ് കൊടുത്തിരിക്കുന്നത്. നീ ചെല്ലുന്ന പാതാളത്തിൽ സൂത്രമില്ല, അവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് നീ ചെയ്യാനുള്ളത് കൃത്യതയോടെ ചെയ്യുക. യാക്കോബ് പറയുന്ന ഭാഗമുണ്ട്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് യാക്കോബ് ഉൽപ്പത്തി 37:35 പറയുന്നു. വായിച്ചു കേൾപ്പിക്കുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. 37:35 വായിച്ചു. 42, 38, 44, 29, 31 ഇവിടെയെല്ലാം നമുക്ക് വീണ്ടും യാക്കോബ് പറയുന്നതായിട്ട് കാണാം, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും, എൻ്റെ വീട് അവിടെയാണ്. ഇയ്യോബ് പറയുന്നു, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ദൈവം പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇയ്യോബ് 17:13 ഞങ്ങൾ വായിക്കുന്നു. ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. പാതാളത്തെ ഇയ്യോബ് വീടായി പ്രതീക്ഷിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും പാതാളത്തെ നോക്കിയാണ് ജീവിച്ചത്. ലൂക്കോസ് 16:19 മുതൽ 31 വരെയുള്ള ധനവാന്റെയും ലാസറിൻ്റെയും ആ കഥയുടെ ഭാഗം ദൈവം നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് ഈ ഭാഗത്തെ മനസ്സിലാക്കുവാനാണ്. അബ്രഹാമിൻ്റെ മടിയെന്ന് അവിടെ പറയുന്ന ഭാഗം അത് അപ്പർ ഹെല്ല്, രണ്ടാമത്തെ തട്ടിന് ലോവർ ഹെല്ലെന്നും മൂന്നാമത്തെ തട്ടിന് ലോവസ്റ്റ് ഹെല്ലെന്നും നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ യാഗശേഷം യേശുവിൻ്റെ ആത്മാവ് നേരെ പോയത് പാതാളത്തിലേക്കായിരുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-10 വാക്യങ്ങൾ കൂടി ഞങ്ങൾ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് യേശു ഇറങ്ങിയെന്നും വരുന്നില്ലയോ? യേശുവിൻ്റെ യാഗശേഷം യേശുവിൻ്റെ ആത്മാവ് നേരെ പോയത് പാതാളത്തിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന കള്ളൻ ചോദിക്കുമ്പോൾ നീ എന്നോടുകൂടി ഇന്ന് പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന അർത്ഥത്തിൻ്റെ പൂർണ്ണതയിൽ അർത്ഥത്തിലെത്തുന്നത് ക്രൂശിൽ കിടന്ന കള്ളനും മരിച്ച് അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയതുകൊണ്ടാണ്. ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിച്ചു കേട്ടിട്ടുണ്ട്. ന്യായപ്രമാണ സഭാ കാലഘട്ടം കഴിയുന്നത് ക്രൂശിലെ യാഗത്തോടുകൂടി യേശുവിൻ്റെ മരണത്തോടുകൂടി ആയിരുന്നു. അതിനുശേഷം പെന്തക്കോസ്ത് നാളിലാണ് പുതിയ നിയമസഭ തുടങ്ങുന്നത്. യേശുവിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കാലഘട്ടം പുതിയ നിയമസഭയുടെ കാലഘട്ടത്തിൻ്റെ ഒരുക്കമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ മോശ പർവ്വതത്തിലിരുന്ന് ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങളെ വാങ്ങിച്ചു അതുപോലെ അപ്പോൾ ആ കാലഘട്ടം ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ ക്രൂശിൽ കിടന്ന കള്ളൻ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന ഭാഗം ക്രൂശിൽ കിടന്ന കള്ളൻ ന്യായപ്രമാണ യുഗത്തിലാണ് മരിക്കുന്നതും അതുകൊണ്ട് അവനും ആ പാതാളത്തിലേക്ക് പോയി. കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? യേശു പാതാളത്തിൽ അപ്പർ ഹെല്ലിൽ ചെന്ന് കാത്തിരുന്ന വിശുദ്ധന്മാരെ കണ്ട് സന്തോഷിച്ച് വിളംബരം ചെയ്തു, നിങ്ങൾ എൻ്റെ കൂടെ ഉയരത്തിലുള്ള പറുദീസയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. ഈ അപ്പർ ഹെല്ലിൽ യേശു ചെന്നിട്ട് അവിടെ യേശു പ്രഖ്യാപിക്കുകയാണ്. കാരണം പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം മൃഗബലി നടത്തിയിരുന്നത്
വരുവാനുള്ള പൊരുളാകുന്ന യേശുവിൻ്റെ ബലിയുടെ നിഴലായിട്ടുള്ള ബലിയാണ് നടത്തിയത്. യേശുവിൻ്റെ ബലി നടന്നെങ്കിൽ മാത്രമേ ആ ബലികൾക്കൊക്കെയും അർത്ഥം ഉണ്ടാകുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശു യാഗം നടത്തിയിട്ട് നേരെ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ അപ്പർ ഹെല്ലിലേക്ക് ചെന്ന് അവിടുത്തെ പൊതു മീറ്റിങ്ങിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഞാൻ വിവരിക്കാറുണ്ട്, പക്ഷേ ഇവിടെ അത് വിവരിക്കുന്നില്ല. ആ പ്രഭാഷണത്തിൽ ഇങ്ങനെയായിരുന്നു ദൈവം യേശു അവിടെ പറയുന്നു, പഴയ നിയമ വിശുദ്ധന്മാരെ, നിങ്ങൾ നടത്തിയ യാഗങ്ങളൊക്കെയും ആ യാഗത്തിൻ്റെ പൊരുളാകുന്ന ബലിക്ക് വേണ്ടി പിതാവിനെ ഏൽപ്പിച്ചു വിട്ട ശുശ്രൂഷ കാൽവറിയിൽ നടത്തിയിട്ട് ഞാൻ ഇവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ സൗണ്ട് അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ ശബ്ദ ക്രമീകരണവും അതിൻ്റെ സ്ക്രീൻ ക്രമീകരണമൊക്കെ അപ്പർ ഹില്ലിലും ലോവർ ഹില്ലിലും കാണാമായിരുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3:19 1 പത്രോസ് 4:5-6 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ ഭാഗം പെട്ടെന്ന് ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. 1 പത്രോസ് 3:19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അന്ന് അനുസരിക്കാത്തവരായി, പെട്ടകമൊരുക്കുന്ന കാലമെന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തെ സഭാ കാലഘട്ടത്തെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ആ കാലത്ത് അനുസരിക്കാത്തവരെ, കേൾക്കാത്തവരെ തടവിലാക്കി അവരോടും സുവിശേഷം പറഞ്ഞു. 1 പത്രോസ് 4:5-6 കൂടെ വായിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നവന്റെ മേൽ ഒരു കുറ്റം വരാതിരിപ്പാൻ നോഹയുടെ കാലത്തെ പെട്ടകമൊരുക്കുന്നു. ഇപ്പോഴും ആ പെട്ടകപ്പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ധനവാൻ പറയുന്നത് ലാസറിനെ ഭൂമിയിലേക്ക് അയക്കാൻ. അപ്പോഴാണ് കർത്താവ് പറയുന്നത് നോ. അവിടെ മോശയും അല്ലെങ്കിൽ പ്രവാചകന്മാരുണ്ട്, ഉപദേശിമാരുണ്ട്, ശുശ്രൂഷാഗണമുണ്ട്, ഉപദേഷ്ടക്കന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ ധനവാന് വലിയ ദുഃഖമുണ്ടായി. അതുകൊണ്ടാണ് മത്തായി 13:42-50 നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആരെയോർത്താണ് കരച്ചിൽ? ആരെയോർത്താണ് പല്ലുകടിക്കുന്നത്? പാതാളത്തിൽ അബ്രഹാമിൻ്റെ മടിയെന്ന് വിളിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുമായി യേശു സ്വർഗത്തിലേക്ക് പോയി. ഈ പ്രസംഗം കേട്ടപ്പോൾ അവിടെ പാതാളത്തിൽ കിടന്നവർ കരഞ്ഞു, പല്ലുകടിച്ചു. ആരെയോർത്ത്? ഇവരവിടെ ചെല്ലുവാൻ കാരണക്കാരായവർ. ദൈവത്തിൻ്റെ ജനമേ, 1000 ഉപദേശങ്ങളും 100 സഭകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാരതമണിലെങ്കിൽ ഈ ലോകത്തിൽ ഏതുപദേശമാ ശരി? ആര് പഠിപ്പിക്കുന്നതാ ശരി? ഇന്നലെ ഞാൻ യൂട്യൂബിൽ ചില സഹോദരന്മാരിന്ന് ചില ചർച്ച നടത്തുന്നത് കണ്ടൊരു പഠനം, പുതിയ ശിഷ്യന്മാരുടെ പഠനം കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എത്ര പേർ വലയ്ക്കുന്നു ഉപദേശത്തെ തെറ്റായി പഠിപ്പിച്ചുകൊണ്ട്. വചനത്തിൻ്റെ ആഴത്തിൽ നിൽക്കാത്തവർക്കത് മനസ്സിലാകത്തില്ല. അവരെ ഓർത്ത് നിങ്ങൾ പല്ലുകടിക്കും. ഈ വിശുദ്ധന്മാരുമായി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പറുദീസയിൽ അല്ലെങ്കിൽ അവിടെ കിടക്കുന്നവർ പല്ലുകടിക്കും. ഞാനിവിടെ കിടക്കാൻ കാരണം ഇന്നാരാണല്ലോ, കണക്ക് പറയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. യേശു ഈ വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗം 68-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം കൂടി ചേർത്ത് പഠിക്കേണ്ട ഭാഗമാണ്. അത് എൻ്റെ അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന പുസ്തകത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗം ഞാൻ മുൻപോട്ട് പോകട്ടെ. വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോഴാണ് അത് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20:27 മറിയ യേശുവിനെ കാണുവാൻ ചെല്ലുന്നു. അപ്പോൾ മറിയ യേശുവിനെ തൊടാൻ ചെല്ലുമ്പോൾ യേശു മറിയോട് പറയുകയാണ്, എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ലല്ലോ. വായിക്കുന്നു യോഹന്നാൻ 20:27. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തെ ഇടുക. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറിയ ചെല്ലുമ്പോൾ മറിയയോട് പറയുന്ന ഭാഗമുണ്ട്, നീ എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ടില്ലല്ലോ. എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. മറിയോട് പറയുന്നു എന്നെ തൊടരുത്. എന്നാൽ യോഹന്നാൻ 20:27 നമുക്ക് കാണുവാൻ കഴിയുന്നു, തോമസിനോട് പറയുന്നു, തോമസേ, നീ തൊട്ടിട്ടല്ലേ വിശ്വസിക്കുകയുള്ളൂ, അതുകൊണ്ട് എന്നെ തൊട്ടാട്ട് എന്ന് പറഞ്ഞ് തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ എൻ്റെ വിലാപ്പുറത്തിടുക. അപ്പോൾ മറിയയെ കാണുമ്പോൾ യേശു പാതാളത്തിലേക്ക് പോയി വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഭാഗമാണ്.
അവരെ സ്വർഗത്തിൽ കൊണ്ടാക്കിയിട്ട് എഫേസ്യ ലേഖനത്തിലും 68-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിലും പറയുന്ന പോലെ അവിടെ ചെന്നിട്ട് വാക്കു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ കൃപാവരങ്ങളും പ്രാപിച്ച് അതിനെ എല്ലാം ഒരുക്കിക്കൊണ്ട് യേശു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ തോമസിനെ കാണുകയാണ്. തോമസിനോട് പറയുന്നു, തോമസേ, നീ എന്നെ തൊട്ടാട്ടെ, കാരണം ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി അവിടെ കൊണ്ടാക്കേണ്ടവരെ ഒരു പറുദീസയിലാക്കിയിട്ട് മനുഷ്യർക്ക് വേണ്ടി ദാനങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയും അതിൻ്റെ ഓർഡറും പ്രകാരം വായിച്ച് സാങ്ഷൻ ചെയ്തിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുവാനിടയായി. സഭ എടുക്കപ്പെട്ട ശേഷമേ 70 ആഴ്ചവട്ടത്തിലെ 69-ാം ആഴ്ചവട്ടം കഴിഞ്ഞുള്ള എതിർക്രിസ്തുവിൻ്റെ 7 വർഷ ഭരണം ഇവിടെ തുടങ്ങുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണമേ. നാം ചിന്തിച്ച വിഷയം ഇതായിരുന്നല്ലോ, നീ ചെല്ലുന്ന പാതാളത്തിൽ സൂത്രമില്ല, അവിടെ ഒരു പരിപാടിയും നടക്കത്തില്ല, അതുകൊണ്ട് നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, അങ്ങയുടെ തലയിൽ എപ്പോഴും എണ്ണ കുറയാതിരിക്കട്ടെ. അങ്ങ് ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയില്ല, ഉപാധിയില്ല, സൂത്രമില്ല, അറിവില്ല എന്ന് പറയുമ്പോൾ അവിടെ തൽക്കാലം വിശ്രമം ആണ് എന്നുള്ള കാര്യവും നാം മറന്നുപോകല്ലേ. ദൈവത്തിന് സ്തോത്രം. നാം ചോദിക്കാറില്ലേ, വെള്ളയിട്ടെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? വലിയ സുവിശേഷകന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകണം എന്തെല്ലാം വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവരെന്തെല്ലാം വലിയ വലിയ കാറുകൾ കയറി നടക്കുന്നു എന്നുള്ള മുട്ടാത്തർക്കങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അവരെ ദൈവം കൊണ്ടുപോയില്ലെന്ന് വരാം. പോകണമെങ്കിൽ മുട്ടാത്തർക്കങ്ങൾ പറ്റത്തില്ല, ഉപാധികൾ പറ്റത്തില്ല, സൂത്രകൾ പണികൾ പറ്റത്തില്ല. ജീവൻ പോയി കഴിഞ്ഞാൽ ഒരു പരിപാടിയും പിന്നെ നടക്കത്തില്ല. ആയതിനാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം ഒക്കെയും ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് അതിനുള്ള പ്രതിഫലം വാങ്ങിക്കേണ്ടവരാകിയാൽ നാം ഒക്കെയും വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തത നിന്ന് പിറുപിറുക്കാതെ ഈ വെണ്മയുടെ പവിത്രതയുടെ അർത്ഥത്തെ മനസ്സിലാക്കി നമുക്ക് ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം. ആകയാൽ നമുക്കും ഏകസ്വരത്തോടെ പറയാം, ഈ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൻ്റെ മറശില 280 മുഴമായിരുന്നെങ്കിൽ 70 ഇൻറ്റു ദൈവത്തിൻ്റെ പൂർണ്ണതയാണ് ഞാൻ, പൂർണ്ണത പ്രവൃത്തിയുടെ പൂർണ്ണതയാണ്. അതിനെ ലോകമാകുന്ന സംഖ്യയിൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ആ 280 ഒരു കണക്കും എനിക്ക് തന്നിരിക്കുന്നു. ആ 280 പവിത്രതയുടെ വേഷം ധരിച്ചുകൊണ്ട് അകവും പുറവും വെണ്മയോടുകൂടി കർത്താവിനെ എതിരേൽക്കാൻ ഇടയാക്കട്ടെ. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചവർ, കാരണം പുറം പോലെ അവരുടെ അകവും ശുദ്ധമാണ്, ശുഭ്രമാണ്, നമ്മുടെ കർത്താവിനെ പോലെ എന്ന് നമുക്ക് ഏറ്റുപറയാം. ഈ കൂടാരത്തിൻ്റെ തൂണുകൾക്ക് മുകളിൽ ഏതാണ്ട് കുമിഴുകൾ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കുമിഴുകൾ, ഈ കൂടാരത്തിൻ്റെ തൂണുകൾക്ക് മുകളിലുള്ള ഈ കുമിഴുകൾ പുറപ്പാട് പുസ്തകം 38:19 നമുക്ക് കാണാം. അതിന് KCBC ബൈബിളിൽ കാണുന്നത് ശീർഷകങ്ങളാണ്. കുമിയുക എന്ന് പറഞ്ഞാൽ കൂമ്പാരമാക്കുക. മലയാളം ശബ്ദ താരാവലിയിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കാണുന്നത്. എടുത്തെങ്കിൽ നമുക്ക് ഭാഗം ഒന്ന് വായിക്കാം. 38:19. അതിന്റെ തൂണ് 4 അവയുടെ ചുവട് 4 താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു കുമിഴുകൾ, ഞാൻ പറഞ്ഞല്ലോ കൂമ്പാരത്തിൽ വട്ടത്തിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് പോലെയൊക്കെ വെക്കാമെന്ന ഒരു സാധനം പോലെ ഒരു കുമിഴ് ദൈവം പണിത് വെച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തൂണുകളുടെ മുകളിൽ എന്തിനായി കുമിഴ് വെച്ചിരുന്നത്? വെള്ളി കൊണ്ട് നിർമ്മിതമായ ഒരു സംരക്ഷണ ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ തൂണുകൾക്ക്. 1 കൊരിന്ത്യർ 11:3 ഇതിൻ്റെ കണക്റ്റഡ് അർത്ഥം ദൈവം തരുന്നത്. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, കർത്താവിനെ പഠിപ്പിക്കാൻ പോകുന്ന വലിയൊരു ആശയം ഇവിടെയുണ്ട്. അത് ഞാൻ മുൻപോട്ട് പോകുമ്പം കൂടുതലായി ചിന്തിച്ചോളാം. പക്ഷെ ഇവിടെ പറയുന്നത് ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി അടുത്ത ആഴ്ച നിങ്ങൾ വന്നിരിക്കുക. എന്തുകൊണ്ട് സ്ത്രീയുടെ തലയും ക്രിസ്തു അവിടെ പറഞ്ഞില്ല? ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു. ഈ ക്രിസ്തുവാണ് ഈ വെള്ളി മകുടം, സമാഗമന കൂടാരത്തിലെ പൂർത്തീകരണത്തിൻ്റെ പൂർണ്ണതയുടെ അർത്ഥമായ തൂണാക്കി നിർത്തിയിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഗണമേ, ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിഴലില തൂണിൽ 5 മുഴം ഉയരമുള്ള കൃപയുടെ തൂണാകുന്ന നിങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ വെള്ളി
കുമിഴുകളുണ്ടല്ലോ, ആ സംരക്ഷണ വലയം അത് കർത്താവാണ്. ഏതു പുരുഷൻ്റെയും തല ക്രിസ്തു. ശ്രദ്ധിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു, എന്തുകൊണ്ട് സ്ത്രീയുടെ തലയും ക്രിസ്തു എന്ന് പറയുന്നില്ല? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. ഇത് ഒരു കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ പിച്ചു ചിന്തുവാനുള്ളതല്ല ദൈവവചനം. ഇതിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി അതിൻ പ്രകാരം മുൻപോട്ട് പോയില്ലെങ്കിൽ പ്രയാസമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, രൂപേന്റെ സ്ഥാനം മാറിപ്പോയി, ലേവി ശുശ്രൂഷയിലേക്ക് വന്നു, യഹൂദ ഒന്നാം ഭാഗത്തേക്ക് വന്നു എന്നൊക്കെയുള്ള മർമ്മങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ വീഴാതെ വണ്ണം നിൽക്കുവാൻ സൂക്ഷിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങൾ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയമുള്ളവരായി തീർന്നെങ്കിലേ അതിന് കഴിയത്തുള്ളൂ. ഈ തൂണുകളുടെ മുകളിൽ ഒരു സംരക്ഷണ വലയമുണ്ട്. അത് വെള്ളിയായിരുന്നു. ക്രിസ്തു അങ്ങയെയും എന്നെയും വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഈ കുമിഴുകൾ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തുവാണ് നമുക്ക് സംരക്ഷണം തരുന്നത്. ഏതു പുരുഷൻ്റെയും തല ക്രിസ്തുവാകുമ്പോൾ അതിന് കീഴിൽ സ്ത്രീകളും ഉൾപ്പെട്ടു നിന്നുകൊണ്ട് ഒരു വലിയ ഗണത്തിൻ്റെ കൂട്ടത്തെ ഈ രാജ്യത്തിൽ എൻ്റെ ദൈവമാക്കിയിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമാഗമന കൂടാരത്തിലെ പ്രാകാരത്തിലെ മറശ്ശിലയുടെ വെണ്മയെക്കുറിച്ചും പരിശുദ്ധയെക്കുറിച്ചും അതോട് ബന്ധപ്പെട്ട് പാതാളത്തിലേക്ക് പോയാൽ അവിടെ സൂത്രമോ മറ്റു പരിപാടികളോ ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും എൻ്റെ ദൈവം ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം സമയം അങ്ങയുടെ വചനവുമായിരിക്കുവാൻ സഹായിച്ചല്ലോ. ഞങ്ങളെ ശക്തിച്ചാട്ട്, കൃപയിൽ പൊതിഞ്ഞാട്ട്. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൽ